അല്ല ഇത് ഏതാ മോഡൽ പറഞ്ഞു വരും ബ്രോ? ഇത് 2015 ഹൈലൈൻ. പിന്നെ എത്ര കൊടുക്കുക? 2015 ഹൈലൈന് ഡീസലാണ് വരുന്നത്. എത്ര കൊടുക്കുക? ലാസ്റ്റ് 320 കൊടുക്കാം. 3,20,000. ഇനിയിപ്പോ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 2013 ഇയോൺ വരുന്നുണ്ട്. ഇതൊരു 1.5 ലക്ഷം രൂപ കൊടുക്കുക അല്ലേ? 1.5 ലക്ഷം. സിംഗിൾ ഓണർ. അതേപോലെ തന്നെ 2018 വാഗ്നർ ഓട്ടോമാറ്റിക് VXI 40,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി 4.10 കൊടുക്കാം. 4.10 നല്ല വണ്ടി. ഓക്കെ. അതേപോലെ തന്നെ നിസാൻ മൈക്രോ വരുന്നുണ്ട്. മൈക്രോ ഏതാ മോഡൽ? 2013 പക്ഷെങ്കിൽ ഫുൾ ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാം. കിലോമീറ്റർ ആകെ 59,000. എത്ര കൊടുക്കുക? ഇത് ഒരു 2.30 കൊടുക്കാം. 2.30 കൊടുക്കുക. ടിയാഗോ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം 2 ടിയാഗോ വരുന്നുണ്ട്. 2 ടിയാഗോ 2 ഓഫറാണ് വരുന്നത്. 2019 ടിയാഗോ XT അല്ല വരുന്നത്. 2019 ടിയാഗോ XT 40,000 കിലോമീറ്റർ. എത്ര കൊടുക്കുക? ഇത് ഒരു 3.55 ലാസ്റ്റ് കൊടുക്കുക. 3,55,000 അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ 2020 അല്ലേ? 2020 ടിയാഗോ ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. KL18 വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതൊരു 3.90 അല്ലേ? ഇത് 3.90 കൊടുക്കാം. 3.90 കൊടുക്കാം. ഇപ്പൊ ഡാറ്റ്സൺ ഗോ ഉണ്ട്, KUV ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ട് റെസ്പോണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് നമ്മളിപ്പോ ഏകദേശം ഒരൊറ്റ വണ്ടി മാത്രമേ ബാലൻസ് വരുന്നുണ്ട്, KUV മാത്രം. അപ്പൊ ഈ പ്രാവശ്യം ആ KUV നമ്മൾ ഒന്നുകൂടി ഓഫറിൽ ഒന്നുകൂടി കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇടാറുണ്ട്. ഇത് കണ്ണൂർ കായലോട്, കണ്ണൂർ കൂത്താറമ്പ് റോഡിൽ കായലോട് എന്ന സ്ഥലമാണ്. കായലോട് എന്ന സ്ഥലത്ത് ഇതാ മാർവൽ മോട്ടോഴ്സിലാണ് നമ്മൾ ഉള്ളത്. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ്, വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് എടുക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. വണ്ടി കാണിക്കാന്നുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളത്, വണ്ടി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കാണുള്ളത്. ഇപ്പം പിന്നെ നിങ്ങൾ ചോദിക്കും ഞാൻ വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്ത് ഓക്കായിട്ട് മാത്രം വീഡിയോ ചെയ്താൽ മതിയല്ലോ എന്ന്. ഞാൻ ആദ്യം വീഡിയോ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള 30 വണ്ടിയും ഇവിടുന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം കാണിക്കുന്നതിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഒരു മാസത്തിൽ ഒരു വീഡിയോ ഇടാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ആൾക്കാർ തന്നെ ചെക്ക് ചെയ്യാം. പിന്നെ ഇവര് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ അടുത്ത് പറയും. അതായത് ഇതേപോലെ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളുണ്ട്, നമ്മളെല്ലാം പറഞ്ഞിട്ട് മാത്രമേ കൊടുക്കില്ല, ഏത് വണ്ടിയാണെങ്കിലും. അല്ല അതാണ് വേണ്ടത്. അല്ല ഇനിയിപ്പോ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുമല്ലോ. പിന്നെന്താ, വർക്ക്ഷോപ്പിലോ എവിടെ സർവീസ് സെന്ററിൽ വേണമെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിൽ തുടങ്ങാൻ പോവാണ്. നമ്മൾ ബസ് തന്നെ എവിടെ തുടങ്ങാം? ബസ് തന്നെ ആ ഒരു എക്സ്പ്രസ് തുടങ്ങിയാലോ? എക്സ്പ്രസോ 2020 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 2020 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത്? ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 55,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒരു റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ ബസ് എത്ര? 3.90 കൊടുക്കാം. 3,90,000 മാക്സിമം ലോൺ. മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ. ഇനി അടുത്ത ഡാറ്റ്സന്റെ ഗോ ഏതാ മോഡൽ വരുന്നത്? 2015 സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 58,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ ബസ് 1.5 കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും? ഏകദേശം 1.40 ലോൺ. 1.40 ലോൺ. 3,800 രൂപ മാസം അടവുണ്ടെങ്കിൽ 4,000 ഉള്ളിൽ അടവിൽ കൊണ്ടുപോകാം. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2011 ഡീസൽ പെട്രോൾ? ഡീസൽ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് 1.30 ഓട്ടോ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ നല്ല വണ്ടി. പിന്നെ ലാസ്റ്റ് നമുക്കൊരു റിന്യൂവൽ എടുത്തിട്ട് ഒരു 2.20 കൊടുക്കാം. റിന്യൂവൽ എടുത്തിട്ട് 2011 1.30 ഓട്ടോ 2.20 റിന്യൂവൽ എടുത്തിട്ട് 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. ലോൺ കയറോ? അല്ല, ലോണ് സംശയം നമുക്ക് ട്രൈ ചെയ്യണം. നല്ല പ്രൊഫൈലിലാണെങ്കിൽ നമുക്കൊരു 1.5 വർഷം വരെ എല്ലാം ലോൺ വരാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ടിയാഗോ 2019 മോഡൽ അല്ലേ? അല്ല, 2020 മോഡൽ. 2020 മോഡൽ XT അല്ലേ വരുന്നത്? അതെ. XT ഫുൾ ഓപ്ഷൻ. അല്ല, ഫുൾ ഓപ്ഷൻ അല്ല. ഫുൾ ഓപ്ഷൻ നേരെ താഴെ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് 3.90 കൊടുക്കാം നമുക്ക്. 3.90. മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. ഫുൾ ലോൺ തന്നെ നമുക്ക്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നിസാൻ മൈക്ര 2013 ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. പുഷ് സ്റ്റാർട്ട്, എയർ ബാഗ്സ്, എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഇപ്പോഴത്തെ വണ്ടികളിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ള പിന്നെ വണ്ടിയാണ്. 2.30 കൊടുക്കാം. 2,30,000. അതെ. നല്ല വണ്ടി. റീപ്ലേസ്മെന്റോ ഫുൾ ലോൺ കയറോ? ഫുൾ ലോൺ കയറൂല. ഏകദേശം ഒരു 2 ലക്ഷം രൂപ വരെ ലോൺ കയറും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതാ വാഗ്നർ ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. 2018 VXI അല്ലേ? എത്ര ഓട്ടോ ഓടിക്കണ്? ഇത് 42,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2018 VXI. ലാസ്റ്റ് ഫൈനൽ എത്ര? 4.10 കൊടുക്കാം. 4,10,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഇയോൺ നോക്കുകയാണെങ്കിൽ 2013 അല്ലേ? 2013 വണ്ടി. 2013 ഇയോൺ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 1.5 അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഒരു 1.25 കൊടുക്കാം. 1,25,000 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ZS ഏതാ മോഡൽ വരുന്നത്? ZS 2011
2011 തന്നെ സ്ഥിരം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് നമുക്കൊരു 1.30 കൊടുക്കാം. 1,30,000 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ആ ഒരു ആൾട്ടോ നമ്മളുള്ളത് ആൾട്ടോ 2018 സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 19,000 കിലോമീറ്റർ ഓടിയില്ല. 19,000 വെറും 19,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. LXi. ഫൈനൽ പ്രൈസ് എത്ര? ഇത് 2.80. 2,80,000. ആ ഓട്ടം വളരെ കുറവാണ്. 2.80 ചോദിക്കുന്നത്. ഓക്കെ. പോൾസാന്റെ പോളോ വരുന്നുണ്ട്, ഡീസൽ പോളോ 2015 ഹൈലൈൻ. കിലോമീറ്റർ 1.5. 1.5. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3.20 കൊടുക്കാം. 3.20. 2015 ഹൈലൈന് ഡീസൽ 3,20,000 റുപ്യക്കാണ് ഈ പോളോ തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ കിഡ് അതാ മോള് വരുന്നത്. കിഡ് ഓൾമോസ്റ്റ് ബുക്ക് ആയതാണ്. ഇത് ബുക്ക് ആയതാ. ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2.20. 2,20,000 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ സെലറിയോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? സെലറിയോ മാനുവൽ ആണ്. മാനുവലി. ഏതാ മോഡൽ വരുന്നത്? 2019 സെലറിയോ. സിംഗിൾ ഓണർഷിപ്പ് ZXi. കിലോമീറ്ററും ആകെ 65,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് 4.20 കൊടുക്കാം. 4,20,000 ഫൈനലായിട്ട് കൊടുക്കാം. ബെലാനോ ഏതാ മോഡൽ വരുന്നത്? ബെലാനോ 2016 ആൽഫ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് എല്ലാം വരുന്നതാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 75,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് 4.90. 4.90. മാക്സിമം ലോൺ ചെയ്യും. ഓക്കെ. ഇയോൺ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2012 മാഗ്ന പ്ലസ് സിംഗിൾ ഓണർഷിപ്പ്, പിന്നെ 68,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി. 1.30 കൊടുക്കാം. 2012 ഇയോൺ 1.30 മാഗ്ന പ്ലസ്. ഓക്കെ. ആ ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? ഈ ടിയാഗോ 2019 സിംഗിൾ ഓണർഷിപ്പ്, 41,000 കിലോമീറ്റർ. ഒരു റീപ്ലേസ്മെന്റ്. നല്ല വണ്ടി, കണ്ടീഷൻ വണ്ടി. അതെ. ലാസ്റ്റ് ഫൈനൽ എത്ര? 3.55 കൊടുക്കാം. എത്ര ഓട്ടം പറഞ്ഞേ? 41,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 2019. ഇതേ സാധനം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു, ഇതേപോലത്തെ. അതായത് അത് വയനാട് രജിസ്ട്രേഷൻ ആയിരുന്നു, ഇത് പിന്നെ തളിപ്പുറം രജിസ്ട്രേഷൻ. ഓക്കെ. ഇത് 3.40 അല്ലേ പറഞ്ഞേ? ഇല്ല, 3.55. 3.55 ലാസ്റ്റ് ഫൈനൽ. ഓക്കെ. ബ്രിയോ ഏതാ മോഡൽ വരുന്നത്? ബ്രിയോ 2014 ബ്രിയോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, 58,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? VX ആണ് ഫുൾ ഓപ്ഷൻ. 2014 ആണ്. 2014. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. 2.25 വരെ ലോൺ ചെയ്യാം. 2.25 വരെ ലോൺ ചെയ്യാം. 2.60 കൊടുക്കാം. 2,60,000. ഓക്കെ. ഈ KUV ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി ഒരു ഓഫറും കൂടി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 4.4 ചോദിച്ചത്. ഏതാ മോഡൽ പറഞ്ഞു? 2020 ഡീസലാണ്. കിലോമീറ്ററോ? 74,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല, ഫുൾ ഓപ്ഷൻ. മാത്രം, മെയിൻ ക്ലാസ് മാത്രം. ഓക്കെ. 4.25 ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോയിലോ ഇപ്രാവശ്യം നമുക്കൊരു 4.5 കൊടുക്കാം. 20,000 ഡിസ്കൗണ്ട് ചെയ്തിട്ട് 4.5 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? ടിയാഗോ 2016 XT. 2016 XT. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ പെയിന്റിങ്ങിന്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. ലാസ്റ്റ് ഒരു 2.25 കൊടുക്കാം. 2.25. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2.25 ഫൈനലായിട്ട്. ആ ഒരു 2022 എക്സ്പ്രസോ. ഞാൻ പെട്ടെന്ന് ലോകം കണ്ടപ്പോ ഇത് ബ്രസാന്ന് വിചാരിച്ചു. ഫ്രണ്ട് ചെറിയൊരു ഇത് കണ്ടപ്പോ 50,000 കിലോമീറ്റർ ഓട്ടം. 50,000 കിലോമീറ്റർ ഓട്ടം, ഫുൾ ഓപ്ഷൻ. VXi അഡീഷണൽ ആയിട്ട് അലോയിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, മോഡൽ ഏതാ പറഞ്ഞത്? മോഡൽ ഏതാ പറഞ്ഞത്? 2022 മോഡൽ. 50,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല. അലോയില് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഒരു വെറൈറ്റി ലുക്കില്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3.90 കൊടുക്കാം. 3.90. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ മാർവൽ മോട്ടോഴ്സിൽ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ചെറിയ ഓഫറും ചെറിയ കാറുകളും, അതും നല്ല ഓഫർ പ്രൈസ്. ഓക്കെ. നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കറക്റ്റ് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കായലോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. തലശ്ശേരി നിന്നാണെങ്കിലും 10 കിലോമീറ്റർ, കണ്ണൂരിൽ നിന്നാണെങ്കിലും ഒരു 12 കിലോമീറ്റർ. അപ്പൊ മാർവൽ മോട്ടോഴ്സിൽ എന്തായാലും വന്നോളി. ഞാൻ അവരുടെ നമ്പർ അടിയിൽ കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.